പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് സമാധാനം ഒരു കൈപ്പാട് അകലെയാണ് എന്ന് പറയുന്നതിന് കാരണം ട്രംപ് ഈസ് ഇറ്റ് ലോ നൗ. ട്രംപിന്റെ ആ ഇമേജിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ആസ് എ അമേരിക്കൻ സിറ്റിസൺ, ഇറ്റ്സ് എ ഷെയിം ടു സേ ഇൻ ദ ലൈവ് TV ദാറ്റ് അവർ പ്രസിഡന്റ് ഈസ് റോങ് ഓൺ ഇറ്റ്സ് ഇറാൻ സബ്ജക്ട് എന്ന് പറയുന്നതിനകത്ത് സമാധാനം ഒരു പിടി അകലെയാണ്, അല്ലെങ്കിൽ ഒരു കയ്യെത്തും ദൂരെയാണ്, അല്ലെങ്കിൽ സംഭവിക്കും എന്ന് പറയാനുള്ള ഒരു റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പോണെങ്കിൽ തന്നെ 14 ദിവസമാണ് ട്രംപിന്റെ മാൻഡേറ്റിന്. ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും അപ്രൂവലോട് കൂടി അല്ല ഈ യുദ്ധത്തിന് പോയത്. അതുകൊണ്ടിട്ട് 60 ദിവസം എന്നുള്ള ആ ഒരു ടൈം ഈസ് ടിക്കിംഗ്, 14 days ലെഫ്റ്റ്. ഒന്നാണ്. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അമേരിക്കയിലൊക്കെ ട്രംപ് ഈസ് നോട്ട് എ കിങ് എന്ന് പറഞ്ഞുള്ള റാലികളൊക്കെ നടന്നിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനും മേളിൽ പോയി ഞാനിപ്പം യേശു തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഡെപ്പിക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇൻ എൻറ്റയറിറ്റി 2.5 ബില്യൺ ക്രിസ്ത്യൻസ് ഉണ്ട് ലോകം ഏകമാകാൻ. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മതത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കം അത് ഏത് പ്രസിഡന്റ് നടത്തിയാലും അപലപനീയമാണ്. അതിനകത്ത് ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതേ സമയം പോപ്പ് ലിയോയുടെ പരിശുദ്ധ പിതാവിന്റെ ആ വാക്കുകളെ ശ്ലാഘിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു നട്ടെല്ല് കാണിച്ച് ഇതൊരു ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കാണ്, റിലീജിയസ് പോലും, ആ ഒരു സബ്ജക്റ്റിൽ വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത പോപ്പിന്റെ ആ ഒരു ഇച്ഛാശക്തിയെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഓയിൽ പ്രൈസ് ഇവിടെ $2 മേളിലേക്ക് പോകുമ്പോൾ എപ്പോഴും വലിയൊരു വിഷയമാണിത്. ഇപ്പം $100 ബാരലിന് മേളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ $2 കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസിലിന് ഇവിടെ ഇപ്പം $4.5 ആവറേജ്, ചിലയിടത്തൊക്കെ 5 മേളിലായിട്ടുണ്ടത്. അത് വളരെ ഒരു ഇന്റേണൽ പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അടുത്തൊരു. എന്തോ മാഗയുടെ ആളായിരുന്നില്ലേ താങ്കൾ? Sorry, I was never a MAGA people. Okay, but let me tell you by the way, ഞാൻ എപ്പോഴെങ്കിലും ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു മാഗയുടെയോ നോൺ മാഗയുടെയോ ഡെമോക്രാറ്റിന്റെ റിപ്പബ്ലിക്കിന്റെ വക്താവായിട്ടല്ല ഇരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒരു പാർട്ടിയുടെയും പക്ഷം പഠിക്കേണ്ട ആവശ്യമില്ല. അത് അമേരിക്കയുടെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും ആസ് എ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്,